കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഉൽപ്പത്തിയുടെ പുസ്തകം 15-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: അവൻ യഹോവയിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു എന്ന്. എൻ്റെ പ്രിയ ദൈവമക്കളെ, അബ്രഹാം വിശ്വസിച്ചതാണ് അത് നീതിയായി കണക്കിടപ്പെട്ടു എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ തനിക്ക് ഇത്ര വയസ്സായിട്ടും യഹോവയായ ദൈവം അബ്രഹാമിനെ വീട്ടിന് പുറത്ത് വിളിച്ചുകൊണ്ട് പോയിട്ട് പറയുകയാണ്, ആകാശത്തിലേക്ക് കാണിച്ചിട്ട്, ഈ നക്ഷത്രങ്ങളെ എണ്ണുവാൻ പറ്റുവാണെങ്കിൽ നിൻ്റെ സന്തതിയെ നിനക്ക് എണ്ണുവാൻ പറ്റും എന്ന്. അപ്പോൾ എൻ്റെ പ്രിയ ദൈവമക്കളെ, നാം അത്രയും സന്തതികളെ അബ്രഹാം ജനിപ്പിച്ചോ എന്ന് കേട്ടാൽ ഇല്ല. പക്ഷേ ദൈവം അവന് വേറൊരു നാമം കൊടുത്തു, വിശ്വാസികളുടെ പിതാവ് എന്ന്. അപ്പോൾ ഒരു യഹോവ പറഞ്ഞ് നിനക്ക് ഞാൻ തലമുറയെ തരും, നിനക്കൊരു അവകാശിയെ തരും എന്ന് പറഞ്ഞതിന് എത്രയോ വയസ്സായിട്ടും തനിക്ക് മക്കളെ ഉൽപ്പാദിപ്പിക്കുവാൻ ഉള്ള കഴിവ് ഇല്ല എന്നായിട്ടും ആ യഹോവയുടെ വാക്കിനെ വിശ്വസിച്ചത് കൊണ്ടാണ് ആ ഒരു നീതിയായിട്ട് കണക്കിടപ്പെട്ടത്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇനി ഒരു അനുഗ്രഹം കിട്ടത്തില്ല എന്ന് നാം വിചാരിച്ചുകൊണ്ടിരിക്കുക. അതേപോലെ തന്നെ പലരും മക്കളില്ലാതിരിക്കുന്നവരുണ്ട്. ഇനി എനിക്കൊരു കുഞ്ഞ് ലഭിക്കുവാൻ സാധ്യമല്ല, അത്രയ്ക്കും എൻ്റെ ഗർഭപാത്രം നശിക്കപ്പെട്ടു എന്ന് വിചാരിച്ച് ഡോക്ടേഴ്സിൻ്റെ മറുപടിയും കൊണ്ടുവച്ചിട്ട് വിഷമിച്ച് കരയുന്ന സ്ത്രീകളുണ്ട്. അതേപോലെ തന്നെ തൻ്റെ സാമ്പത്തികമെല്ലാം നഷ്ടപ്പെട്ട് ഇനി എനിക്കൊരു നല്ലൊരു നിലയിൽ വരാൻ പറ്റുമോ എന്നെനിക്ക് അറിയത്തില്ല എന്ന് വിഷമിക്കുന്നവരുണ്ട്. എൻ്റെ ഏജ് പോയി, ഇനി എനിക്കൊരു ജോലി കിട്ടുമോ എന്ന് അറിയാൻ വയ്യ, ഇനി എൻ്റെ ജീവിതം അത്ര തന്നെ ഞാൻ കൂലിപ്പണിയെടുത്ത് കഷ്ടപ്പെടേണ്ടത് തന്നെ, ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചതൊക്കെ പോയി എന്ന് വിശ്രമിച്ചിരിക്കുന്നവരുണ്ട്. അതേപോലെ എൻ്റെ മക്കൾക്ക് അധിക വയസ്സായി, ഇനിയൊരു കല്യാണം നടക്കുവാൻ അസാധ്യമല്ല എന്ന് വിചാരിച്ച് കലങ്ങുന്നവരുണ്ട്. എൻ്റെ പ്രിയ ദൈവമക്കളെ, നാം അബ്രഹാം പിതാവിനെ നാം ഒന്ന് നോക്കണം. സാധ്യത ഇല്ല എന്ന് വിചാരിച്ചിരുന്ന സ്ഥലത്താണ് സാധ്യത തരാം അല്ലെങ്കിൽ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ദൈവത്തിൽ അവൻ വിശ്വസിച്ചത്. ഈ ബൈബിളിൽ നമുക്ക് നിറയെ വാക്കുകളും വാഗ്ദത്തങ്ങളും ദൈവം തന്നിട്ടുണ്ട്. അപ്പോൾ നാം ദിവസം പ്രതി ഇത് എടുത്ത് വായിക്കുമ്പോൾ നമുക്ക് നേരായിട്ട് വരുന്ന ഓരോ വചനങ്ങളെയും നാം മുറുകെ പിടിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വാസത്തോട് പ്രാർത്ഥനയോടിരിക്കുകയാണെങ്കിൽ നാം ഉണങ്ങിപ്പോയി അല്ലെങ്കിൽ വറ്റിപ്പോയി അല്ലെങ്കിൽ ഇനി സാധ്യമല്ല എന്ന് വിചാരിക്കുന്ന സ്ഥലത്തിൽ ഒന്ന് മുളപ്പിക്കുവാൻ, പുതിയതൊന്ന് കൊണ്ടുവരുവാൻ എൻ്റെ യഹോവയെ കൊണ്ട് കഴിയും. കർത്താവ് അത് നടപ്പിച്ച് തരും. നാം വിശ്വസിച്ചാൽ മാത്രം മതി. ഞാനും ഒരിക്കൽ എൻ്റെ ജീവിതം ഇതോടെ പോയി, ഞാൻ ഇനി എന്നെക്കൊണ്ട് ജീവിക്കുവാൻ പറ്റത്തില്ല എന്ന് ഞാൻ വിചാരിച്ചിരുന്ന സ്ഥലത്തിൽ നിന്ന് കർത്താവ് വേറൊരു തലത്തിലേക്ക് നടത്തി എന്നെ ഇന്നും കരം പിടിച്ച് നടത്തി വരുന്ന ആ കൃപകളെ ഓർക്കുമ്പോൾ അതൊരു മനുഷ്യവാകൊണ്ട് പറഞ്ഞു തീർക്കുവാൻ പറ്റുന്നതല്ല. കർത്താവിനെ കുറ്റം പറഞ്ഞ് അല്ലെങ്കിൽ ദൈവം എനിക്കിങ്ങനെ കാണിച്ചോ എന്ന് കുറ്റം പറഞ്ഞ് നമ്മുടെ ജീവിതങ്ങൾ കഴിച്ചു കൂട്ടാതെ കർത്താവിൽ വിശ്വസിച്ച് മുമ്പോട്ട് പോകുവാൻ ഓരോരുത്തർക്കും ദൈവം കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹമായ ഈ സമയത്ത് ഈ മെസ്സേജ് കേട്ട നിൻ്റെ പൈതങ്ങൾ അപ്പൻ്റെ കരങ്ങൾ തരുന്നു. തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ വലിയ നഷ്ടങ്ങളുടെ, കഷ്ടങ്ങളുടെ, കർത്താവെ ഇല്ലായ്മയുടെ മധ്യയിൽ നിൻ്റെ മക്കൾ എത്ര അധ്വാനിച്ചിട്ട് ഒന്നും ഇല്ലാതെ കർത്താവ് ഇങ്ങനെ പലവിധമായിട്ട് ജീവിച്ച് ഓർമ്മ വന്ന ദിവസം മുതൽ ഞാൻ കഷ്ടതയിലും കണ്ണുനീരിലുമായിരിക്കുന്നു. ഇങ്ങനെ പലതരങ്ങളിൽ വിഷമപ്പെട്ട് വ്യാകുലപ്പെട്ടിരിക്കുന്ന നിൻ്റെ മക്കളെ നിൻ്റെ കരങ്ങൾ തരുന്ന കർത്താവെ, ദൈവമേ, പുതിയൊരു ജീവൻ നൽകുവാൻ ഒരു അബ്രഹാമിനെ വിളിച്ച കർത്താവെ, ആകാശത്തിലെ നക്ഷത്രങ്ങളെ കാണിച്ചതുപോലെ കർത്താവെ ഇന്ന് രാത്രി ഇവർ ഉറങ്ങുമ്പോൾ കർത്താവെ ദർശനങ്ങളെ കാണിച്ച് പുതിയൊരു ജീവിതം നിനക്ക് ഉണ്ടെന്ന് ഇവരോട് പറഞ്ഞ് ദൈവം നിൻ്റെ വിശ്വാസത്തിൽ തന്നെ ഇവരെ നിലനിർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തെ തുടങ്ങുന്നവനും പൂർത്തീകരിക്കുന്നവനുമായ എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിൽ ഈ വ്യക്തികളുടെ ജീവിതങ്ങളെ ഏൽപ്പിക്കുന്നു. കർത്താവെ, നിന്നിൽ വിശ്വസിച്ചുകൊണ്ട് കർത്താവ് ഈ മരുഭൂമി യാത്ര ദൈവമേ അഴിച്ചുകൂട്ടി നിന്റെ രാജ്യത്തിൽ വന്നു ചേരുവാൻ നിൻ്റെ വലത് കരം പിടിച്ച് നിൻ്റെ മക്കളെ നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഓരോരുത്തരിലും വർദ്ധിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.